അസ്സലാമു അലൈക്കും. കറണ്ടില്ല മക്കളെ, കറണ്ട് പോയി. മഴ നല്ല മഴക്കാറുണ്ട് പുറത്ത്, അതുകൊണ്ട് തന്നെ കറണ്ട് നമുക്കിട്ട് പണി വന്നുകൊണ്ടിരിക്കുകയാണ്. ചിലപ്പോൾ വരും, ചിലപ്പോൾ പോകും, അങ്ങനെ വന്നും പോയി കൊണ്ടിരിക്കുകയാണ്. ഏതായാലും വീഡിയോസ് എടുക്കണമായതുകൊണ്ട് പിന്നെ പ്രശ്നമല്ല. ലൈവൊക്കെ ആണെങ്കിൽ കറണ്ട് ഇല്ലാതെ പറ്റില്ല, വൈഫൈ വേണമല്ലോ. അപ്പോൾ ഞാൻ ഇന്ന് പറയാൻ വന്നത് എന്തെന്നറിയോ, ഞാൻ ഇന്നലെ ഒരു വീഡിയോസ് ഇട്ടിട്ടുണ്ടായിരുന്നു പാത്തുട്ടീനെ പറ്റി. അപ്പോൾ ഇന്ന് ഞാൻ അതിനെക്കുറിച്ചുള്ള തുടർച്ച തന്നെയാണ് പറയുന്നത്. കാരണം എന്താ വെച്ചെങ്കിൽ ചില മനുഷ്യന്മാർക്ക്, ഞാൻ പാത്തുട്ടീനെ അല്ല കേട്ടോ പറയുന്നത്, വേറെ ഉള്ള ആൾക്കാരെ പറയുന്നത്. കാരണം എൻ്റെ വീഡിയോസ് ചെയ്യരുത് എന്ന് പറഞ്ഞത് കാരണം കൊണ്ടാണ് ഞാൻ പേര് പറയാത്തത്. ചില മനുഷ്യന്മാർക്ക് ഉള്ളത് ഇല്ല എന്നും ഇല്ലാത്തത് ഉണ്ട് എന്നും പറയാൻ മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക കഴിവ് പടച്ചവൻ കൊടുത്തിട്ടുണ്ട്. പടച്ചവൻ കൊടുത്താണോ ജിബിലിസ് കൊടുത്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ എന്താണെങ്കിലും അതൊരു പ്രത്യേക കഴിവാണ്. കാരണം മറ്റുള്ളവരെ പറഞ്ഞ് വിശ്വസിപ്പിക്കുക എന്നുള്ള കാര്യം. അപ്പോൾ അതിൽ കുറച്ച് ആൾക്കാർ എന്തെല്ലാം പറഞ്ഞാലും അത് വിശ്വസിക്കാത്ത ആൾക്കാരുണ്ടാവും. ഞാനൊക്കെ എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്നോടൊക്കെ കരയും പറയുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കും. എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ നമ്മളോട് സങ്കടപ്പെട്ട് കരഞ്ഞ് വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് വിശ്വസിക്കും. അത് ശരിയായിരിക്കും, അല്ലെങ്കിൽ അവരിങ്ങനെ കരയോ എന്നുള്ളതൊക്കെ ഞാൻ ചിന്തിക്കും. പക്ഷെ ചില ആൾക്കാരുണ്ട്, എത്ര തന്നെ കരഞ്ഞ് പറഞ്ഞാലും ഇതൊക്കെ ഇവരുടെ ഒരു അഭിനയമാണ്. കാരണം അവരറിഞ്ഞു വെച്ചിട്ടുണ്ടാവും ഇന്നതാണ് സംഭവം എന്നുള്ളത്, അവരറിഞ്ഞു വെച്ചിട്ടുണ്ടാവും. ഈ അറിഞ്ഞു വെച്ചതിൻ്റെ പുറത്തായിരിക്കും ഇവർ ചെന്ന് ഫോൺ വിളിച്ചും മറ്റുള്ള വകയായിട്ടും ഇങ്ങനെ മൂങ്ങിക്കൊണ്ടൊക്കെ വീഡിയോ ചെയ്യലും അതേമാതിരി തന്നെ ഫോൺ വിളിച്ച് സംസാരിക്കലും ഒക്കെ. ഞാൻ ഈ നെജിലാൻ്റെ വീഡിയോ ചെയ്യുന്ന സമയത്ത്, ലൈവിൽ പറയുന്ന സമയത്ത് പല ആൾക്കാരും, ഒരുപാട് ആൾക്കാർ എൻ്റെ ലൈവിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, ഇത്താ നിങ്ങളെ നമ്പർ ഇല്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ പറയാത്തത്, കാരണം പഠിച്ച കള്ളിയാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ അവരോട് മറുപടി പറയാറെന്താണെന്നറിയോ, അവരും അവരെ പടച്ചോനായിക്കോട്ടെ, നമുക്കെന്താ എന്നുള്ള ചോദ്യങ്ങളാണ് ഞാൻ ചോദിക്കൽ. പക്ഷെ ആ സമയത്താണ്, അങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മളെ പാത്തുട്ടി ഇതെടുത്ത് റിയാക്ഷനായിട്ട് ആദ്യം കുറേ വീഡിയോസ് ചെയ്തു. റിയാക്ഷൻ ചെയ്തതിന് ശേഷം പിന്നീട് പാത്തുട്ടിയുടെ ഈ നമ്പർ പബ്ലിക്കാണ്, വിളിച്ച് സംസാരിച്ച് കാണും. അപ്പോൾ അവൾക്കും ഇതേമാതിരി സഹതാപം തോന്നിക്കാണും. അപ്പോൾ സഹതാപം തോന്നിയപ്പം അവൾ അതിനനുസരിച്ചുള്ള മറുപടികൾ പറയാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴായിരിക്കും അവൾക്കും അതിൻ്റെ സത്യസന്ധത എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ കഴിയുക. കാരണം എനിക്ക് ഈ പറഞ്ഞ മാതിരി മറ്റേ നമ്പർ പബ്ലിക് അല്ലാത്തതുകൊണ്ട് പല കാര്യങ്ങളും എനിക്കറിയില്ല. അതുകൊണ്ടാണ് ഞാൻ അതിനെപ്പറ്റി പ്രതികരിക്കാൻ നിൽക്കാത്തതും കൂടുതലും. കാരണം എന്താ വെച്ചാൽ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ, അറിയാത്ത കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റില്ല ഒന്നാണ്. പിന്നെ കുറച്ച് ആൾക്കാർ പറഞ്ഞിരുന്നു 4 ആളെ ഗ്യാങ്ങിൽപ്പെട്ട ഒരാളാണ് മലപ്പുറത്തുള്ള ഈ ഖദീജ കബീർ എന്ന് പറഞ്ഞ ആളെന്ന്. ഞാൻ ഒരു ഗ്യാങ്ങിലും ഒരാളെ ഗ്യാങ്ങിലും ഞാൻ പെട്ടിട്ടില്ല. ഞാൻ ആകെപ്പാടെ ഈ പറയണ മാതിരി സോഷ്യൽ മീഡിയയിൽ വളരെ കുറച്ച് ആൾക്കാരുടെ നമ്പർ മാത്രമേ എൻ്റെ കയ്യിലുള്ളൂ. അത് നമുക്ക് രഹസ്യങ്ങൾ ചോർത്തിത്തരുന്ന ആൾക്കാരുടെ നമ്പറോ അതല്ലെങ്കിൽ അനാവശ്യമായ കാര്യങ്ങൾ പറഞ്ഞ് തരുന്ന ആൾക്കാരുടെ നമ്പറോ അല്ല. അവരെ കുടുംബത്തിലുള്ള വിശേഷങ്ങളും അവരെ സുഖവും ദുഃഖവും എൻ്റെ സുഖവും ദുഃഖവും അവരെ അന്വേഷിക്കുക, ഞാൻ അവർക്ക് ഫോൺ ചെയ്യുക, ഇത്ര മാത്രമുള്ള നമ്പറുകളാണ് എൻ്റെ അടുത്തുള്ളത്. അല്ലാത്ത കുറച്ച് മെനകെട്ട നമ്പറൊക്കെ കുറേ മുമ്പ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്, 1 വർഷം മുമ്പ്. അത് 2-3-4 ആൾക്കാരെ പേരൊന്നും ഞാൻ പറയില്ല. പക്ഷെ ആ നമ്പറുകളൊക്കെ ഇപ്പം ഇല്ല എൻ്റെ കയ്യിൽ. നമ്പർ ഉണ്ടെങ്കിലും കോണ്ടാക്റ്റുകളില്ല. ഒരു നമ്പർ ഞാൻ തീരെ 2-3 നമ്പർ ഞാൻ ബ്ലോക്കാക്കി. കാരണം എനിക്ക് ഇങ്ങനത്തെ ബന്ധങ്ങൾ വേണ്ടാന്നും പറഞ്ഞ് ഞാനത് ബ്ലോക്കാക്കിയിട്ടുണ്ട്. അതിന് ശേഷം വന്ന മക്കൾ വളരെ സൂക്ഷിച്ച് ഞാൻ ആരേക്കെന്നാണെങ്കിലും സ്ത്രീകളാണെങ്കിൽ പോലും ഞാൻ നമ്പർ വാങ്ങുള്ളൂ, സൂക്ഷിച്ചിട്ടേ ഞാൻ വാങ്ങുള്ളൂ. കാരണം ഇന്നത്തെ കാലഘട്ടം അങ്ങനെയാണ്. സ്ത്രീകളെപ്പോലും വിശ്വസിക്കാൻ പറ്റാത്തൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ വിചാരിക്കും നമ്മളെപ്പോലെ ഒരു സ്ത്രീയല്ലേ, അപ്പോൾ അത് കാരണം കൊണ്ട് അവർ നമ്പർ തന്നാൽ നമുക്ക് വാങ്ങാം, വിളിക്കാം, സംസാരിക്കാമെന്ന്. പക്ഷേ അതിലൂടെ ആയിരിക്കും നമുക്കൊരു പക്ഷേ പാര വരുന്നത്. അങ്ങനെയൊക്കെ പാര വന്നിട്ടുമുണ്ട്. അത് കാരണം കൊണ്ട് തന്നെ പലതും ഒഴിവാക്കേണ്ടി വന്നിട്ടുള്ളത്. അപ്പോൾ ഞാനിതിൽ പറഞ്ഞു വന്നത് എന്താ വെച്ചെങ്കിൽ, ഒരുപാട് കള്ളത്തരങ്ങളുടെ കോട്ട കെട്ടിയിട്ട് കൊട്ടാരം പോലെ അത് കെട്ടിപ്പടർത്ത് ഉയർത്തി ലാസ്റ്റ് ഇതെല്ലാം കൂടെ ചില്ലുകൊട്ടാരം മാതിരി തലയിൽ കൂടെ പൊട്ടിച്ചാടുന്ന സമയമാകുമ്പോൾ അപ്പോഴാണ് അവരതറിയുക. കാരണം
ഞാൻ ഒളിച്ചു വെച്ച എല്ലാ കാര്യങ്ങളും പുറത്ത് വരാൻ തുടങ്ങി എന്നുള്ളത് അപ്പോഴാണ്. അപ്പോൾ അവർക്കത് സഹിക്കാൻ കഴിയൂല. അപ്പോൾ അവർ പലതും വിളിച്ച് പറയും, പലരുടെ പേരും പറയും, തെറികൾ പറയും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയും. പക്ഷെ എനിക്ക് ഈ പറയുന്ന കാര്യം എന്ന് പറയാനുള്ളത് എന്താണെന്നറിയോ, സത്യസന്ധമായിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നെങ്കിൽ നമ്മളുടെ സത്യങ്ങളും രഹസ്യങ്ങളും വാട്സപ്പ് ചാറ്റാണെങ്കിലും വേറുള്ള കാര്യങ്ങളാണെങ്കിലും ആർക്ക് വിട്ടുകൊടുത്താലും നമ്മൾക്കതിൽ ഒരു പരാതിയോ ദോഷമോ വരാൻ പോകുന്നില്ല. അല്ലാത്ത പക്ഷമാണെങ്കിൽ പ്രായം, ആളുകൾ, ആണ് പെണ്ണ് ഇതൊന്നും നോക്കാതെ നമ്മുടെ കാര്യലാഭത്തിന് വേണ്ടി മാത്രമാണ് നമ്മൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം അല്ലെങ്കിൽ മറ്റൊരു ദിവസം അത് പിടിക്കപ്പെടുക തന്നെ ചെയ്യും. അത് പടച്ചവൻ്റെ ഒരു ഇതാണ്. കാരണം 40 ദിവസം കക്കാൻ വേണ്ടി പടച്ചവൻ വരെ കൂട്ടുവെക്കുന്ന പറഞ്ഞു. 40 ദിവസം കഴിഞ്ഞാൽ പടച്ച റബ്ബ് തന്നെ അത് ആരുടെയെങ്കിലും കണ്ണിൽ പിടിപ്പിക്കും. അങ്ങനെ നമ്മൾ പിടിക്കപ്പെടും. അപ്പോൾ അങ്ങനെ ചെയ്യുന്ന ആളുകളുണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ പാത്തുട്ടി ചെയ്ത വീഡിയോസിന് തുടർച്ചയായിട്ടുള്ള വീഡിയോസാണ് കേട്ടോ ഞാൻ ഈ ചെയ്യണത്. കാരണം എന്താ വെച്ചെങ്കിൽ അതിൽ ഞാൻ പേര് പരാമർശിക്കുന്നില്ല എന്ന് മാത്രം. പാത്തുട്ടിയുടെ പേര് പറയുന്നതുകൊണ്ട് എനിക്ക് കുഴപ്പമില്ല. കാരണം അവൾ സത്യസന്ധമാണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൾ അതിനു വേണ്ടി പ്രവർത്തിക്കും. അതല്ല ഇതൊരു മുതലെടുപ്പാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൾ അതിന് തിരിയും. ഈ സപ്പോർട്ട് ചെയ്ത് അതേ നാക്കൊണ്ട് തന്നെ തിരിച്ച് പറയാനും മടിയില്ല. കാരണം അവൾ എപ്പോഴും അവളെ വീഡിയോസിൽ പറയുന്നതാണത്. അപ്പോൾ അത് കാരണം കൊണ്ട് എന്തിനു വേണ്ടിയാണെങ്കിലും ഇത്തരം കള്ളത്തരങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ കയ്യിലെടുത്ത് കണ്ണീരൊലിപ്പിച്ച് ഞാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ് ഇതാണ് എൻ്റെ അവസ്ഥ, ഇതൊക്കെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം പുറത്ത് വരിക തന്നെ ചെയ്യും. ജനങ്ങളത് മനസ്സിലാക്കുക തന്നെ ചെയ്യും. ഇപ്പോൾ ജനങ്ങളെല്ലാം മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ടാണ് പാത്തുട്ടിക്ക് അത്ര തെളിവ് കിട്ടിയിരിക്കുന്നത്, പാത്തുട്ടി അതിനെപ്പറ്റി പറയുന്നത്. ഇനി അതേക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അവൾ അതെല്ലാം പുറത്ത് വിടുകയും ചെയ്യും. അപ്പോൾ ഇത്ര മാത്രമാണ് എനിക്ക് ഈ വീഡിയോസിൽ പറയാനുള്ളത്. അപ്പോൾ അടുത്ത വീഡിയോസ് കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും നന്മ മാത്രം വരട്ടെ. ആരായിരുന്നാലും ഞാൻ എൻ്റെ ശത്രുക്കൾക്ക് പോലും അല്ലാഹുവേ നല്ലത് വരുത്തണേ. കറണ്ട് പോയി വന്നതാണ് കേട്ടോ. ഞാൻ എമർജൻസി വെച്ചിട്ടാണ് ചെയ്തിരുന്നത്. പക്ഷെ കറണ്ട് പോയി വന്നപ്പോഴാണ് ആ പ്രത്യേക വെളിച്ചം കാണുന്നത്. അപ്പോൾ നല്ലത് മാത്രം വരണേ റബ്ബേ എന്ന് പറയണതാ. കറണ്ട് വന്ന മാതിരി പോവുകയും ചെയ്തു. ഇതാണ് ഇന്നത്തെ കറണ്ടിൻ്റെ പ്രവൃത്തി. ഇനിയിപ്പോൾ എന്താണെന്ന് അറിയില്ല. ഏതായാലും ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോ കൊണ്ട് ഞാൻ വീണ്ടും വരും, ആയസോടെ ഉണ്ടെങ്കിൽ.